ഹവീൽദാർ എന്നോട് ക്ഷമിക്കണം. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. എനിക്ക് അനുവാദം തരുമെന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ മോൻ്റെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അവനൊരു ചെറിയ ദുഃഖം വന്നാൽ മതി, ഉടനെ അവൻ പറയും എൻ്റെ അച്ഛൻ ഹവീൽദാർ വീരഭദ്രൻ നായർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. ഒരു പ്രാവശ്യം, ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും അവൻ അച്ഛൻ്റെ കാര്യം പറയും. അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെ അവനും. നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവനെയും കൂടെ പട്ടാളത്തിൽ ചേർക്കേണ്ടതായിരുന്നു. അവൻ ഒരു വല്ലാത്ത വിഷമത്തിലാണ്. അവൻ്റെ സംബന്ധക്കാരുടെ വീട്ടില് അവൻ തരം താഴ്ന്നു പോണോന്നൊരു സംശയം. അതുകൊണ്ട് അതിനുവേണ്ടി എൻ്റെ ഹവീൽദാർ നിൽക്കണോ? അത് ഹവീൽദാരുടെ അഭിമാനക്ഷതമല്ലേ? ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ തീരുമാനം എടുത്തത്. ഹവീൽദാർ എനിക്ക് അനുവാദം തരണം. നടക്കോ? നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നടക്കും. പ്ലാൻ ചെയ്ത പോലെ പറഞ്ഞ പോലെയൊക്കെ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? അമ്മ പറഞ്ഞത് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ബാങ്കിൽ പൈസ ഉണ്ടല്ലോ, എടുത്തു കൊടുക്കുക. ബാങ്കിലെ പൈസ ഒന്നും എടുക്കില്ല, 5 പൈസ ഞാൻ തരില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ആദ്യം. പിന്നെ അവസാനം സെൻറ്റിമെൻ്റിലടിച്ച് ഞാൻ പറഞ്ഞു, അമ്മ അച്ഛൻ ഉണ്ടെങ്കിൽ ഒരിക്കലും പൈസ തരാതിരിക്കില്ല. എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വരുമ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രത്നമ്മേ ചെക്കന് പൈസ കൊടുക്ക് എന്നാണ് ഹവീൽദാർ പറയുള്ളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയുടെ കണ്ണിങ്ങനെ പതുക്കായിട്ട് നനഞ്ഞു. കണ്ണ് നിറഞ്ഞോ? എന്നാ പൈസ ഇട്ടു. അതെങ്ങനെ? എനിക്കറിയാന്നേ, കണ്ണ് നിറഞ്ഞ അമ്മ പൈസ തരും. ഞാൻ എത്ര വർഷമായിട്ട് അമ്മയെ കാണുക. അയ്യോ, അമ്മ എവിടെ പോവാ? അമ്മ കാശിക്ക് പോവാ. നീ എന്നോട് മിണ്ടി പോവുന്നത്. നീ രാവിലെ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലിരിപ്പുണ്ട്. എടി, നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ ഈ കടും കൈ കാണിക്കുന്നത്, അറിയാമോ? പിടിച്ചാണ് എടാ, കുടുംബത്തിന്റെ അന്തസ് എന്ന് പറയുന്നത് എന്റെ മരണം വരെ എനിക്കത് നിലനിർത്തണം, അറിയാമോ? അതിങ്ങനെ ഇഴഞ്ഞേറി വരുന്നൊന്നുമല്ല കുടുംബത്തിന്റെ അന്തസ്. അല്ല, എന്താ കാര്യം എന്താന്ന് പറ. നിങ്ങളൊന്നും അറിയാത്ത ചില രഹസ്യങ്ങൾ ഞാനും വീരഭദ്രൻ നായരും തമ്മിലുണ്ട്. എന്ത് രഹസ്യം? നീ മിണ്ടരുത്. എടാ, വീരഭദ്രൻ നായർക്ക് വിശിഷ്ട സേവനത്തിന് കിട്ടിയ അവാർഡിനോടൊപ്പം കിട്ടിയ തുകയാണ് ഇതിലിരിക്കുന്നത്. ഇതിൽ വീരഭദ്രൻ നായരുടെ മണമുണ്ട്. അതാ ഞാൻ ഇത്രയും നാൾ ഇത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചത്, അറിയാമോ? പൈസ തന്നെ. എത്ര കാണും? അത് ഏതാണ്ടൊരു 50,000-ൽ കൂടുതൽ കാണും. എന്തായാലും ഗതിയിട്ട് നിൽക്കുന്ന ഇവിടെ വീട്ടിലോട്ട് കൊണ്ട് കൊടുക്കുക. കിടപ്പാടം പോണ കാര്യമല്ലേ. നമ്മുടെ അന്തസ് എന്താണെന്ന് അവരൊക്കെ അറിയണം. അതാ പ്രത്യേകിച്ച് ഇവിടെ സ്വന്തക്കാർ മൊത്തം അറിയണം നമ്മുടെ അന്തസ് എന്താണെന്ന്. അത് മതി. അമ്മേ, എനിക്ക് അമ്മയുടെ പിണക്കമൊന്നും ഇല്ല. ഈ സ്നേഹം കാണുമ്പോഴേ ഒരു സല്യൂട്ട് തരാൻ തോന്നാ. ആണോ? നിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കട്ടെ നിന്റെ സല്യൂട്ട്. സല്യൂട്ടുകാരി. അമ്മ ഇതെന്താണമ്മ? ഇതെന്താണമ്മ? ചക്കക്കുരു. നിന്റെ കണ്ണ് കുരു കൊണ്ടാടാ. കണ്ണോർന്ന് നോക്കടാ. ഇത് 1000-ന്റെ 500-ന്റെ നോട്ടല്ലേ? പിന്നെ അല്ലാതെ 10,000-ന്റെ നോക്ക്. എനിക്ക് എന്റെ ദൈവമേ തല പെരുത്ത് വരികയാണ്. എടാ, അത് നമുക്ക് വീരഭദ്രൻ നായരുടെ മണമുള്ളതുകൊണ്ട് ഞാൻ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ. ഇപ്പൊ എന്ത് കുഴപ്പമാവും? എന്റെ അമ്മ ഈ പൈസ മാറ്റണം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? എടാ, അത് മാറ്റാതെ വീരഭദ്രൻ നായരുടെ മണമുള്ള നോട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ. അമ്മ ഇത് പഴയ നോട്ടാണ്. ഇതൊന്നും കൈവശം വെക്കാൻ പാടില്ല, പോലീസ് പിടിക്കുമെന്ന്. ചതിച്ചോ അമ്മേ? ആ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് ഞാൻ അമ്മയടുത്ത് ചോദിച്ചല്ലേ പഴയ നോട്ടൊക്കെ കൊണ്ട് മാറണോന്ന്. അപ്പൊ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങളാരും അറിയണ്ടെന്ന് കരുതി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അപ്പൊ അത്രയും പൈസ ഇതിനകത്ത് ഇരിക്കുന്ന കാര്യം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അതൊക്കെ അറിയാം, പക്ഷേ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടോ? ആകെ ഇത്രേ ഉള്ളു. എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇത്രയും കാശ് തിരിപ്പുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാ നിങ്ങൾ വേണ്ടുന്നതൊക്കെ ചെയ്തോണം. ഈ അമ്മ ഇതെന്താണ് കിടന്ന് തിരിഞ്ഞു കളിക്കണ്? എന്റെ ദൈവമേ, എന്റെ കയ്യക്കാരും പറിച്ചിട്ട് വയ്യാന്ന്. അല്ല, ഇതിപ്പോ എന്താ ചെയ്യേട്ടാ? എനിക്ക് അറിഞ്ഞൂടാ, കൊണ്ടുപോയി കത്തിച്ച് കളയി. ഇത്രയും പൈസ കൊണ്ട് കത്തിക്കാനാ? അല്ലാതെ പിന്നെ എന്താണെന്ന്. ഇത് കള്ളപ്പണാണ് ഇരിക്കണത്. നമുക്ക് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയാലോ? ബാങ്കിൽ മുണ്ടാണ്ടിരുന്നത് ഈ പൈസ ആയിട്ട് പുറത്തേക്ക് ഞാൻ ഇറങ്ങുവോ? അതിനങ്ങനെ ടിവിയും കാണൂല, പത്രം വായിക്കില്ല, ആകെ സീരിയൽ മാത്രം വെച്ചോണ്ടിരിക്കും. ബോധം വേണ്ടേ? അതെ, ഒരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇത്രയും പൈസ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കും. ഞാൻ അകത്താ ഉണ്ട തന്നെ വരും. പിന്നെ എന്ത് ചെയ്യും? അതെ, കഴിഞ്ഞ ദിവസം പത്രത്തിലെങ്ങാണ്ട് ഞാൻ ഒരു ഹെഡിങ് വായിച്ചു, ഈ നോട്ട് മാറ്റാനായിട്ട് പുതിയ നിയമം എന്തോ വന്നു എന്ന്. പക്ഷെ ഞാനത് വിശദമായിട്ട് വായിച്ചുമില്ല. എങ്ങനെ? എന്തോ പുതിയ നിയമത്തിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട് ഈ നോട്ട് മാറ്റാനുള്ള. ഒന്ന് അന്വേഷിക്കേട്ടാ.
ഞാൻ അത് വായിച്ചു നോക്കിയില്ല. എന്നാ പിന്നെ അവനോടൊന്നും ചോദിക്കാം. ആരോട്? ക്ലീറ്റസിനോട്. ബെസ്റ്റ്. പൈസ മുഴുവൻ കൊണ്ടുപോകും. അതല്ല, അവന് ഈ രാഷ്ട്രീയത്തിലൊക്കെ പിടിപാടുള്ളതല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് മാറ്റാൻ സാധ്യത ഉണ്ടാവും. അപ്പൊ ഈ പൈസ മുഴുവൻ കൊടുക്കേണ്ടി വരൂലേ? ആ, അതിന് വേറെ വഴിയുണ്ട്. അത് ഞാൻ കള്ളം പറയാം. എന്ത് വഴി? അതൊക്കെ എന്തെങ്കിലും പറയാം. അല്ല, ഇതെടുത്ത് അകത്ത് വെക്കണ്ടേ? ആരെങ്കിലും കണ്ടാലോ? മിണ്ടരുത്. ഈ പൈസ ഇവിടെ ഉണ്ടെന്ന് ഒരു മനുഷ്യനോട് പറയരുത്. അടുത്ത് കൊണ്ടുപോയി നോക്കി. ഞാൻ അത് വരണ്ട, ക്ലീറ്റസിനെ കണ്ടുവരാം. Kindly pay fee for this month before 30th. ഓ, ഈ സ്കൂളുകാരെ വിചാരം നമ്മളെന്നാ കള്ളപ്പുള്ളികളാണ്. പള്ളിക്കൂടം അങ്ങോട്ട് തുറക്കണ്ട, ഫീസ് 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 എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരക്ക. എന്താണ് രാവിലെ എണ്ണി പറക്കണേ? വേണ്ട, മെസ്സേജ് വന്നേക്കണം. ആരുടെ? തക്കളിമോളുടെ സ്കൂളിൽ നിന്ന്. അടുത്ത് ഈ മാസത്തെ ഫീസ് അടയ്ക്കുക. പിന്നെ അടയ്ക്കണ്ടേ? ആദ്യത്തെ സംഭവം ഫീസ് അടയ്ക്കാൻ പറഞ്ഞ എടി, ഇപ്പോൾ കഴിഞ്ഞ മാസമല്ലേ നമ്മൾ പഴയതും എല്ലാം കൂടെ കൊണ്ടുപോയി അടച്ചേ. ആരടച്ചു? ഞാൻ തന്നെ അടച്ചത്. പൈസയോ? പൈസ ഇപ്പോൾ എവിടെ നിന്നായാലും ഞാനല്ലേ കൊണ്ടുപോയി അടച്ചേ. ആണോ? ഓ, എന്നാ ഈ മാസത്തെ കൂടെ അങ്ങോട്ട് അടയ്ക്ക്. ഞാൻ പിന്നെ ഇതിന് ആരോടാ പറയണേ? മാസത്തെ അടയ്ക്കാം. എന്തേ, പൈസ ഇല്ലേ? പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് അടയ്ക്കൂലേ. പൈസ ഇനിയിപ്പം എവിടെയെങ്കിലും മറിക്കണം. മറിക്കണ ആളാണല്ലോ. തള്ളി മറിക്കാൻ മാത്രം അറിയാം. എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട്. ഓ, അത് വന്നു കഴിഞ്ഞാൽ എടുത്തങ്ങ് അടയ്ക്കാം. തൽക്കാലം കനകൻ്റെ ഒന്ന് ശരി ഒന്ന് പൈസ ചോദിക്കും കടമായിട്ട്. രാവിലെ എഴുന്നേറ്റ് കടാരോട് മേടിക്കും ഓർത്ത് ഇങ്ങനെ ഇരിക്കാണ്. ആ പൈസ തന്ന് ഞാൻ കൊണ്ടുവന്ന് പൈസ അടച്ചു. അതവരറിയാതെ അയച്ചേക്കണ മെസ്സേജ്. എന്നാ നിങ്ങളുടെ കുഴപ്പം, എല്ലാ മാസവും കൊണ്ടുവന്നങ്ങ് അടയ്ക്കും. എന്നിട്ട് പോക്ലിറ്റ് ഒന്ന് പൈസ വരാനുള്ള ഒരു സാവകാശം നീ തരണ്ടേ എനിക്ക്. നിന്റെ കാര്യം പറഞ്ഞോളൂ ഇപ്പൊ. 100 ആയുസാണ് കേട്ടോ അളിയാ. കുറ്റം തന്നെ ആയിരിക്കും. എന്താ അളിയാ? എന്താ അയ്യോ, പാർട്ടി മീറ്റിങ്ങുകളൊക്കെ ഉള്ളതാ. അളിയാ, എടേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ചെയ്യൂ. ഇതാ കിടക്കണം. ഇതിന്റെ സംസാരം കേട്ടപ്പോൾ നിന്നെ ഞാൻ എപ്പോഴും ഉപദ്രവിച്ചോണ്ടിരിക്കും പോലെ. അയ്യോ, നീ എന്നെ ഉപദ്രവിക്കാറേ ഇല്ലല്ലോ. ഇനി വാ, മോൻ കാണട്ടെ ഞാൻ അളിയന്റെ. അതെ, എന്താണ് പ്രമോഷനാണ്, ട്രാൻസ്ഫറാ? പണിയൊന്നുമില്ലേ? പണിയൊന്നുമില്ല. ഇല്ലേ? ഇല്ല. അതെ, കാര്യത്തിലേക്ക് വരാം. പറ. എൻ്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. 500, 1000 നോട്ടുകളാണ്. അത് എങ്ങനെയെങ്കിലും അവനൊന്ന് മാറ്റി കൊടുക്കണം. എന്താ മാർഗം? ബാങ്കിൽ കൊടുത്താ പോരെ? ബാങ്കിൽ കൊടുത്താ പോരെ? കൊണ്ട് ചെന്നാ മതി, അകത്ത് കിടക്കാം. എന്താ ബാങ്കിൽ നിന്ന് മാറി തരും? ക്ലീറ്റോന് ബോധമില്ലാഞ്ഞിട്ടാ. ഇത് പഴയ നോട്ടല്ലേ, അത് കള്ളനോട്ടായിട്ട് പിടിക്കപ്പെടുമ്പോ. എടി പോത്തെ, ബാങ്കിൽ ഇപ്പൊ മാറുന്നത് എന്താണെന്നറിയാമോ? കീറിയ നോട്ടുകൾ, മുഷിഞ്ഞ നോട്ടുകൾ, അത് മാറി തരും. അല്ലാതെ ഇതും കൂടെ അങ്ങോട്ട് ചെന്ന വിവരം അറിയും. നീ ഇത് പറ. അപ്പോ നമുക്കിത് മാറി കൊടുക്കാൻ എന്താ ഒരു മാർഗം? വഴിയുണ്ട്. ഒരു വഴിയില്ല കേട്ടാ. നിനക്ക് എന്താ കനക ഞങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് ഇഷ്ടമല്ലേ? പിടിച്ച് പോലീസ് കൊണ്ടുപോകും മനുഷ്യ. ഒന്ന് ചുമ്മാരി. പിന്നെ പോലീസ് അങ്ങ് കൊണ്ടുപോകും. എന്നെ പോലെ ഒരു നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവിനെ അങ്ങ് പോലീസ് ഇപ്പൊ അങ്ങ് കൊണ്ടുപോകും. നിനക്ക് യാതൊരു ബോധമല്ലേ? നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ഈ മനുഷ്യൻ വെറുതെ തള്ളണതാ. അല്ലാന്ന്, നിനക്ക് ഇവന്റെ വില മനസ്സിലാവാനായിട്ടാണ്. നീ പുറത്തിറങ്ങി അന്വേഷിച്ച് നോക്കണം, അപ്പൊ അറിയാം. ഇവനൊന്നും പോലീസിന് തൊടാൻ പറ്റില്ല, അറിയോ? ഇവക്ക് വല്ല അറിയാം മോളെ, വീട്ടിൽ ഇരിക്കുന്ന ഇവക്ക്. ഇനിയിപ്പം സംഭവം പറ, ഇത് എത്രയുണ്ട് തുക? ഇതിപ്പോ പൈസ ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ട്. 1 ലക്ഷം രൂപയോ? അവൻ ഈ പൈസ എത്ര നാൾ എന്ത് ചെയ്യായിരുന്നു? അവനത് അറിഞ്ഞില്ല. അവനത് എവിടെ ഇരിക്കണെന്ന് അറിഞ്ഞില്ല. എവിടേക്കോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു ഈ പൈസയെ. അവന്റെ പൈസ പോണം പൊട്ടാൻ. ഇങ്ങനെയാ പൈസ സൂക്ഷിക്കണത് എല്ലാരും. ഇതിപ്പോ കുഴപ്പമില്ലേ, ഇതിങ്ങനെ ഉള്ള ടീമുകളുണ്ട്. ഇത് മാറിത്തരാം, ഞാൻ മാറിത്തരാം. ഞങ്ങളെ ഇപ്പൊ കുറച്ച് പൈസ ഇങ്ങനെ മാറി. അതായത് ഇത് പിന്നെ മാറാൻ ഇപ്പൊ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. അതാർക്കും അറിയില്ല. അതായത് കിടപ്പ് രോഗികൾ, ഈ നമ്മുടെ തളർവാദമൊക്കെ വന്ന് കിടക്കുന്ന രോഗികൾ, പിന്നെ അതുപോലെ ഈ ബോധം നഷ്ടപ്പെട്ട രോഗികൾ, പിന്നെ ഇപ്പോഴത്തെ ഒരു അസുഖം ഉണ്ടല്ലോ, ഓർമ്മ നശിച്ചു പോകുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, അത് തന്നെ, ആ അസുഖം വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ മാറാനായിട്ട് ഇപ്പോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. ആ വകുപ്പിലോട്ട് മാറ്റിയാൽ മതി അളിയാ. അത് എങ്ങനെയെങ്കിലും മാറ്റി അളിയാ, പ്ലീസ്. അളിയാ മാറി തരാം. പക്ഷെ അതിനു മുമ്പ് ഇതിനകത്ത് ചില വ്യവസ്ഥകളുണ്ട്, അത് നമ്മൾ പറയണമല്ലോ. ഇതിനകത്ത് എന്ത് വ്യവസ്ഥ? നമ്മൾ പൈസ കൊടുക്കുന്ന പൈസ മാറുന്നു, അത്രല്ലേ ഉള്ളൂ. അല്ല, ഇത് ഞാൻ ഒരാളല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപയാണ് അളിയൻ്റെ കൂട്ടുകാരന് നമ്മൾ മാറി കൊടുക്കണമെങ്കിൽ ഒരു 10,000 രൂപ. 10,000 രൂപ നീ എടുത്തോ, അത് കമ്മീഷനായിട്ട് എടുത്തോ, നോ പ്രോബ്ലം. ബാക്കി പൈസ തന്നാൽ മതി. അളിയ കമ്മീഷനല്ല 10,000 രൂപ. 10,000 രൂപ നിന്റെ കൂട്ടുകാരന് കിട്ടുള്ളൂ. അതെന്ത് പരിപാടി അത്? പിന്നെ ജീവൻ മരണ പോരാട്ടമാണ് ഈ കളി. അപ്പൊ ഇത്തിരി ചെലവ് വരും പൈസക്ക്. ലോകത്തൊരിടത്തൂല അങ്ങനെ ഒരു കമ്മീഷൻ. എന്നാ ഇവിടെ ഉണ്ട്, അങ്ങനെയാണ്. എന്റെ അളിയ, അതൊന്നും നടക്കൂല. നടക്കണ കാര്യം നീ വല്ലതും ഉണ്ടെങ്കിൽ അത് പറ. എന്നാ അളി നീ കൊട്ടേഷൻ വിട്. അല്ല, അങ്ങനെ വിടാനും പറ്റില്ലല്ലോ.
പിന്നെ നീ ഒരു കാര്യം നീ ഒരു 15,000 രൂപ നീ എടുത്തോ, ബാക്കി പൈസ കൊടുക്ക്. ഓ നിന്റെ കാര്യം നീ ചന്തപ്പിള്ളേരെക്കാളും കഷ്ടമുണ്ടല്ലോ. ശരി 15 രൂപ അവന് കൊടുക്കാം, ബാക്കി നമ്മൾ എടുക്കും. പിന്നെ നീ അതന്നെ പറഞ്ഞാൽ എങ്ങനെ? 15,000 രൂപ നീ അവന് കൊടുത്താൽ എന്താ കാര്യം? 1 ലക്ഷം രൂപയല്ലേ അവൻ തരുന്നത്. എൻ്റെ അളിയാ, നീ നിന്റെ കൂട്ടുകാരനോട് പറ ഈ പൈസ കുറച്ച് നാളോട് സൂക്ഷിച്ച് വെക്കാൻ പറയണം. അപ്പോൾ അതിരുന്ന് പൂക്കും, പൂത്ത് കായ്ച്ച് വലിയ മരമാവും. അതിൽ പുതിയ നോട്ട് കളിക്ക്, അത് പറിച്ച് അവന് ചിലവാക്കാന്ന് പറയും. അല്ല പിന്നെ അളിയാ, നിനക്കത്തെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നീ മാക്സിമം എത്ര ആണെന്ന് പറഞ്ഞേ? ഒരു കാര്യം ചെയ്യ്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ 20 രൂപ ഫിക്സ് ചെയ്തോ. 20 രൂപ അവന് കൊടുക്കാം. 20 രൂപ നിനക്ക് തരും, ബാക്കി 80 രൂപ കൊടു. അല്ലാതെ 20 രൂപ എനിക്ക് കിട്ടിയിടുന്ന കാര്യം നിനക്കോ? എനിക്കല്ല, അവന് കൊടുക്കണ്ടേ? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയണേ? എനിക്ക് അതാ മനസ്സിലാവാത്ത. അവനോട് പറഞ്ഞാ മനസ്സിലാവൂലേ കനക? അവൻ പാവാണ്, അവരിതൊന്നും അറിഞ്ഞൂടാ. ഞാനത് ഏറ്റുപോയതുണ്ടല്ലേ. നീ എന്തിനാണ് ഇങ്ങനെയുള്ള കൊട്ടേഷൻ കേൾക്കണത്? നിനക്ക് എത്ര രൂപ തരാൻ പറ്റും? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യസന്ധമായിട്ട് പറയണം. നീ മിണ്ടായിരിക്കും. നിനക്കിതിൽ കമ്മീഷൻ വല്ലതും? എനിക്കൊന്നും വേണ്ട. വേണ്ടല്ലോ, കാണല്ലോ. അങ്ങനെയാണെ പോട്ടെ, റൗണ്ട് ചെയ്ത് 25 രൂപ അവനും കൊടുത്തേക്കാം. 25 രൂപ നീ എടുത്ത് ബാക്കി പൈസ തതി. എന്റെ അളിയ എനിക്ക് കൊട്ടേഷൻ വേണ്ട. ഒരു കാര്യം ചെയ്യും, എവിടുത്തെ കച്ചവടമാണ്? നീ ഒരു കാര്യം ചെയ്യും, 1 ലക്ഷം രൂപ തന്നിട്ട് പിന്നെ 25,000 രൂപ തിരിച്ച് അത് പറ്റില്ല. ശരി ഇരിക്കും. ചിലവില്ലാത്തൊരു വഴി പറഞ്ഞുതരാം അവന് മാറാനായിട്ട്. അവനോട് ഒരു ലിറ്റർ പെട്രോൾ വാങ്ങിച്ച് 1 രൂപയുടെ തീപ്പെട്ടി വാങ്ങിച്ചിട്ട് കത്തിച്ച് കളയാൻ. നീ എന്നെ മണ്ടയ്ക്ക് ചാടിക്കാറില്ലേ? അല്ലാണ്ട് ചാടി കളിക്കണേ സംഗതിയെ. അങ്ങനെ തന്നെ ഇവന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ടേ പോകുള്ളൂ. ഇത് സംഭവം ഇവനെന്തോ നല്ല കൊയ്ത്തൊപ്പിക്കാന്ന് വിചാരിച്ചു, അത് നടന്നില്ല. പക്ഷേ നടന്നെങ്കിലേ എനിക്ക് 19 രൂപ കിട്ടിപ്പോയനെ. അപ്പൊ 50,000 നിങ്ങൾക്ക് അമുക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ അവനോട് കള്ളക്കണക്ക് പറഞ്ഞത്? ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. നിസാര കളിയാ അത് എന്നെ പോലെ ഒരു പ്രമുഖൻ. ഇടയ്ക്കിടയ്ക്ക് പ്രമുഖനാന്ന് സ്വയം ഓർമ്മപ്പെടുത്തണ്ടേ? എനിക്കറിയാം നിങ്ങൾ പ്രമുഖനാന്ന്. അല്ല, ഞാൻ മറന്നു പോകാൻ പാടില്ലല്ലോ ഞാനൊരു പ്രമുഖനാണ്. അതിനു വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. പോയി കിടക്കണു. കനകന്റെ വണ്ടി പഞ്ചറായിട്ട് വർക്ക്ഷോപ്പിലല്ലേ, ഞാൻ അതിന്റെ പുറകെ കിടന്ന് ഓടായിരുന്നു. എന്തേ? ഇവിടെ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, പഴയ 500-ന്റെ 1000-ന്റെ നോട്ടുകൾ. അയ്യോ, പഴയ നോട്ടാ? ഈ തള്ളക്ക് ഇത് എന്തിന്റെ കേടാണ്? ഇത്രയും കാലമായിട്ട് ഇത് മിണ്ടിയില്ലേ നിന്നോട്? എന്താ പറയണ? ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജമന്തിക്ക് ഇപ്പം എന്തൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പൈസ ഒക്കെ പാടെടുത്ത് പുറത്തേക്ക് ഇട്ടതാണ്. അത് ശരി, അധികം ഉണ്ടാ? ഏകദേശം 1 ലക്ഷം രൂപ എടുത്തുണ്ടാവും. 1 ലക്ഷം രൂപയെ? ഓ, എന്ത് ചെയ്യും ഇത്? ഇത് എങ്ങനെയെങ്കിലും ഇത് മാറ്റണോടാ. മാറ്റാനാ? കനക നിനക്ക് പ്രാന്താണ്, ഭയങ്കര റിസ്ക് ആണിത്. ഇന്നലെയും കൂടി ബാംഗ്ലൂർ ഒരുത്തനെ പിടിച്ചിട്ട് അകത്താണ്. കോഴിക്കോടും മലപ്പുറത്തും എറണാകുളത്തും എല്ലായിടത്തും പൊക്കെയാണ്. നീ എത്രയും പെട്ടെന്ന് ഇത് നശിപ്പിച്ചോട്ടാ. എങ്ങനെ നശിപ്പിക്കടാ? പൈസ അല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ജോലിയും പോവും, ആകെ വിഷയവും നാണക്കേടാണ്. എന്തിനു വെച്ചോണ്ടിരുന്നാണ് ഈ തള്ള ആളെ കൊല്ലാനാ? എനിക്ക് അറിഞ്ഞൂടാ. എടാ, നീ അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാനുള്ള ശ്രമം നടത്തൂ. അയ്യോ, എന്നെ കൊണ്ട് പറ്റൂല. നീ വേണൊരു പണിയായി, നീ ആ ക്ലീറ്റസിനോടൊന്ന് സൂചിപ്പിച്ചു നോക്കാം, അവൻ എന്തേലും തരികട അതിൽ കാണും. ക്ലീറ്റസിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അവനോട് സൂചിപ്പിച്ചു. പക്ഷെ നമ്മുടെ പൈസ എന്ന് പറഞ്ഞില്ല. അവന്റെ കയ്യിലെങ്ങാനും ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ ഇത് മൊത്തം കൊണ്ടുപോയിട്ട് നമുക്കൊരു 10-15,000 രൂപ വരും, ബാക്കിയുള്ള അവൻ അടിച്ചോണ്ട് പോകും. അല്ല, എന്തേലും ഇഷ്യൂ വന്നാൽ അവൻ അനുഭവിച്ചോളൂല്ലേ, നമ്മൾ തൂങ്ങണ. എടാ, അത് വേണ്ടടാ. നീ നിന്റെ ഏതോ ഒരു മാമനോ ആരോ ഇല്ലേ ഒരു ബാങ്കിലെ മാനേജർ? ആ ജലീല് മാമ. പുള്ളിയോട് പറഞ്ഞിട്ടൊന്ന് മാറ്റിക്കൂടെ? അതിപ്പോ നടക്കൂല കനക, ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞില്ലേ. ആ സമയത്ത് പറയണേ പുള്ളി ക്ലിയർ ചെയ്ത് തന്നെ. അല്ലടാ, ഇതിന് വേറെ നിയമം വന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? അതായത് ഈ അസുഖം ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ ഈ അൽഷിമേഴ്സ് ഒക്കെ വന്നിട്ട് ഈ നോട്ട് മാറാൻ പറ്റാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് മാറാം. ബാങ്കിൽ മാറാൻ പറ്റും. ഇതാരാ പറഞ്ഞതിനോട്? ഇതാ ക്ലീറ്റസ് പറഞ്ഞാണ്. എന്നാ നേരായിരിക്കും ഉള്ളത്. ഞാൻ ജലീൽ മാമനോട് സംസാരിക്കാം. ഇങ്ങനെ ഒരു നിയമത്തിൽ മാറി തരാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാം. പൈസ ഇപ്പൊ നിന്റെ അടുത്ത് ഇരിപ്പുണ്ടോ? പൈസ വീട്ടിലുണ്ട്. ഞാൻ ഉറപ്പൊന്നും പറയൂല. അല്ല, മാക്സിമം നോക്കടാ, അത് കളയാൻ മനസ്സ് വരുന്നില്ല, അതുകൊണ്ടാണ്. ഞാനൊന്ന് നോക്കട്ടെ. നീ പൈസ എടുത്തോണ്ട് വാ. ഒന്ന് ശരിക്ക് പൊതിഞ്ഞ് ബദ്ധോസമായിട്ട് എടുത്തോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ടു പിടിച്ചാ പ്രോബ്ലം ആണേ. എടുത്തോണ്ടോ. എന്തൊരു മെനക്കെട്ട തള്ളയാണിത്. മക്കളകത്ത് കളയാൻ വേണ്ടി പൈസ പൂത്തി വെച്ചേക്കണം. ഇത് മനുഷ്യൻ്റെ അടുത്താണെങ്കിൽ 10 പൈസയില്ല. ഞാൻ പേടിച്ചു പോയി. അല്ല, ജമന്തിയും കനകനും വന്നൊന്നും പറഞ്ഞില്ലേ നിങ്ങളോട്? ആരും മരിച്ചില്ല, പക്ഷെ ഞാൻ മരിച്ചതുപോലെ. അല്ല, പിന്നെ
കാര്യം പറ അമ്മ, എന്തോന്ന്? എന്താ? നിങ്ങളുടെ അച്ഛന് പാരിതോഷികം കിട്ടിയ കുറേ കാശ് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ അച്ഛൻ്റെ പെട്ടിയിൽ വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. എപ്പോ? എടി അത് പണ്ടേ വച്ചിരുന്നതാണ്, ആരെയും അറിയിക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. എന്നിട്ടിപ്പോ അതെവിടെ? പിന്നെ ജമന്തിക്ക് ഒരു ആവശ്യം നമ്മൾ ഞാൻ അതെടുത്തൊന്ന് കൊടുത്തു. ആരോട് വെച്ചിട്ട് കൊടുത്തമ്മ? ആരോട് വെച്ചിട്ട് കൊടുത്ത്? ഞാനുണ്ട്, ക്ലീറ്റോ ഉണ്ട്, ഞങ്ങളോട് ആരോടും ചോദിച്ചോ. എടി ഞാൻ പറയുന്നത് നീ അമ്മ, സമാധാനമായിട്ട് അമ്മ ഒന്നും പറയണ്ട. ഇതുപോലൊരു പ്രമുഖൻ ഈ വീട്ടിലുണ്ടായിട്ടൊരു വാക്കമ്മ പറഞ്ഞമ്മ. നിങ്ങൾ തോക്കിനകത്ത് കയറി വെടി വെക്കരുത്. അമ്മ ഇക്കാര്യത്തിൽ അമ്മ ഇനി ഓരോ ഒഴിവും പറയണ്ട. അമ്മ ചതിയാണ് കാണിക്കണത്. എടി അത് പഴയ നോട്ടുകളല്ലായിരുന്നാ. ഞങ്ങൾക്ക് പഴയ നോട്ട് തന്നാ പുളിക്കോ? എടി ഈ നോട്ട് ഇവിടെ ഇരിക്കുന്നെന്ന് അറിഞ്ഞാലേ പോലീസ് വരും. പോലീസ് വരട്ടെ, വന്നാലേ നിങ്ങളെയും പിടിക്കും, ചോദ്യം ചെയ്യും. ഞങ്ങൾ എന്തിനു ചോദ്യം ചെയ്യണത്? ഇങ്ങനൊരു കാര്യം വന്നാല് പോലീസ് നിങ്ങളെയും ഞങ്ങളെയും മാത്രമല്ല ഈ നാട്ടുകാരെയും വീട്ടുകാരെയും സകലമാന ആളുകളെയും ചോദ്യം ചെയ്യും. അതാ ചോദ്യം ചെയ്യാനും കൂടെ വരട്ടെ. മോൻ വന്നായിരുന്നു. അവളുടെ പാചകമൊന്നും അടിയൊന്നും നടക്കത്തില്ല, എല്ലാത്തിനെയും പിടിച്ചോണ്ടങ്ങ് പോവും. ഞങ്ങളെ പിടിക്കാൻ വരട്ടെ, ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇവനാണ് കള്ളൻ എന്ന്. എടാ, അതൊന്നും നടക്കത്തില്ലെന്ന്. പിന്നെ നടക്കത്തില്ലേ? എന്നാൽ എന്ത് കൊള്ളനെ ക്ലീറ്റോ അവൻ ഒരു വാക്ക് പറഞ്ഞു. അവന്റെ കൂട്ടുകാരനെ വേണ്ടിയിട്ടാണ് കൊള്ളൻ പെരുങ്കൊള്ളൻ. വേണ്ട, നിങ്ങൾ ഇടങ്കോല് വെക്കരുതേ, ദൈവത്തെ ഓർമ്മിച്ചിട്ട്. അവൻ എങ്ങനെയെങ്കിലും അതൊന്നും മാറ്റിയെടുക്കത്ത്. മക്കളെ ഇനി ഇതുപോലത്തെ നോട്ട് അവിടെ ഇരിപ്പുണ്ടമ്മ? ഇല്ല. ഇനി അവിടെ ഇതുപോലെ പഴയ നോട്ട് ഇരിപ്പുണ്ടെന്ന് അമ്മ ഒന്ന് ഓർമ്മിച്ച് നോക്കമ്മ. ഇല്ല. ഓർമ്മിച്ച് നോക്കാം. ഇല്ല. ഓണത്തിന്റെ ഇടയിലും പൊട്ട് വെച്ചോളാം. അമ്മ ഒന്ന് ഓർത്ത് നോക്ക്, ചിലപ്പോ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടെങ്കിലോ. ഇല്ല 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 പറഞ്ഞാ മനസ്സിലാവത്തില്ലേ. പക്ഷെ എന്നാലും അമ്മ കാണിച്ചതല്ലാത്ത കടുങ്കയായി പോയി കേട്ടോ. അല്ല, അങ്ങനെ പറയരുത്. വേണ്ട, അമ്മ എന്നോട് മിണ്ടുണ്ടോ? അമ്മയ്ക്ക് അല്ലെങ്കിൽ മോനോട് മാത്രമേ സ്നേഹമുള്ളൂ. അത് തന്നെ, നമ്മളീ പറഞ്ഞ മാതിരി നമ്മള് വെളിയിലുള്ളവരല്ലേ ഇവിടെ. എന്നോട് തുള്ളി വിശ്വാസം ഉണ്ട് അമ്മയ്ക്ക്, എന്നോട് തുള്ളി സ്നേഹം ഉണ്ട് അമ്മയ്ക്ക്. എടി അത് പഴയ നോട്ടുകളല്ലേ, അത് ഇവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ പോലീസ് വരും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ളു. എന്താ? എങ്ങനെയെങ്കിലും നിങ്ങളും കൂടെ ചേർന്ന് അതൊന്ന് മാറ്റിയെടുക്ക എന്റെ പൊന്നു മക്കളെ. എന്നാ പകുതി പൈസ ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. തരാന്ന് അത് മാറ്റിയെടുത്തെങ്കിലും ചെവിക്ക് ചെവി അറിയാതെ നമ്മളത് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ശരിയല്ലാത്ത നമ്പറാ. അയ്യോ, ഹലോ, ആരാ പോലീസ്? അതെ ക്ലീറ്റസാ. ക്ലീറ്റസ് തന്നെ. ഓ ഒരു നിമിഷം പേടിക്കണ്ട, എൻ്റെ ഒരു കൂട്ടുകാരനാ. എന്നിട്ട് അതെയോ? അതെ, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ 1-2 പേരെ ഒന്ന് വിളിച്ചോട്ടെ. പേടിക്കണ്ട, ഒന്നും പേടിക്കില്ല. ഞാൻ വിളിക്കാം. ശരി, എല്ലാം ശരിയായിട്ടുണ്ട് കേട്ടോ, ഒന്നും പേടിക്കാനില്ല. ഞാനേ എൻ്റെ ആളിയനെ ഒന്ന് കണ്ടിട്ട് വരാം. ചെന്ന് ചോദിക്കും, പകുതി പൈസ നമുക്ക് തരാൻ പറ. നമുക്ക് എന്തിനു തങ്കം പകുതി? മുഴുവൻ അവൻ എടുത്തോണ്ടേ. അവനല്ലേ ആർത്തി പണ്ടാരം. എനിക്ക് വേണം പൈസ. ചുമ്മാ റെഡി, നമുക്ക് അതിന് പൈസ വേണ്ട. മക്കളെ വേണ്ട, പോ അമ്മ. നീ പിണങ്ങാതിരിക്കും. ഞാൻ പിണങ്ങും. എടി നീ എന്റെ മോളല്ലേ, നിനക്ക് ഞാൻ എന്നെ ഏതാണ്ട് ഇറക്കിപ്പൊടി കൊടുത്ത് മേടിച്ചത് അമ്മ. തുടങ്ങി പൂങ്കണ്ണീര് തുടങ്ങി. ഞാൻ എന്ത് വേണം? എടി നീ സമാധാനമായിട്ടിരിക്കും. എടി അത് വെറും പഴയ നോട്ടുകളല്ലായിരുന്ന എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ നോക്കാം നമുക്ക്. ഞാനാ പറഞ്ഞ നിനക്ക് തരാന്ന്. നീ സമാധാനമായിട്ടിരിക്കും. എന്റെ പൊന്നാറ്റുകാലം വെച്ച് എന്റെ പൈസ വെള്ളത്തിൽ പോവോ? പിന്നെ ആറ്റുകാലമ്മച്ചിക്ക് കള്ളത്തിനെ കുറിച്ച് കൂട്ടുകലല്ലേ പണി. പോ അമ്മയൊന്ന്. അളിയോ ബാ. അളിയുടെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കുറച്ച് പഴയ നോട്ടിരുന്ന മാറണമെന്ന് പറയാതെ മാറിയായിരുന്നു. അത് ഞാൻ കത്തിച്ചളയാൻ പറഞ്ഞു. പറഞ്ഞോ? പഴയ നോട്ട് കൈവശം വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറ്റകാരല്ലേ. അപ്പൊ അതുകൊണ്ട് വേണ്ട, നീ അത് കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. നന്നായി കേട്ടോ, അത് കത്തിച്ച് കളഞ്ഞാൽ നന്നായി. ആണല്ലേ, അത് കൈവശം വെച്ച് എങ്ങാനും പോലീസ് പിടിച്ചാ ഇപ്പോഴത്തെ ഒരു നിയമമൊക്കെ വെച്ചിട്ടേ പിന്നെ ഭയങ്കര പ്രശ്നമല്ലേ. മാത്രമല്ല പിന്നെ അത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അളിയനെ പോലെ ഒരാളിന്റെ കയ്യിലൊക്കെയാണ് അത് വന്ന് അറിയാണ്ട് എങ്ങാനും പെട്ടുപോയി പിടിച്ചാലോ ജോലി പോവും. പിന്നെ ജോലി പോവും, ആകെ പ്രശ്നമല്ലേ. അതെ അതെ അതെ, പത്രത്തിൽ വായിക്കില്ലേ ഇപ്പൊ ദിവസവും അവിടുന്ന് ഇവിടുന്ന് ഒരുപാട് പേര് പിടിക്കുന്നുണ്ടേ. നിങ്ങൾ ആ നോട്ട് കത്തിച്ച് കളഞ്ഞല്ലേ? നീ ഇപ്പൊ എന്തിനാണ് ഈ നോട്ട് കത്തിച്ച കാര്യം എന്നോട് ഒന്ന് ചോദിക്കാൻ നിൽക്കണത്? ഒന്നുമില്ലളിയാ, ഇപ്പൊ കുറച്ചു മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വന്നേ. ഷാഹിദ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് വിളിച്ചു. ഷാഹിദയ്ക്ക് എന്ത് പറ്റി? ഷാഹിദയ്ക്കൊന്നും പറ്റിയില്ല. ആ പൈസ മാറുന്നതിൻ്റെ ഇടയിൽ അവളെ ഭർത്താവ് ഫാസിലിനെ പോലീസ് പിടിച്ചു. ഫാസിലിനെ? ഫാസില് അല്ല, ഫാസിലിനെ? ഫാസിലിന്
ഫാസിലിനെ പോലീസ് പിടിച്ചോ? ഫാസിലിനെ പോലീസ് പിടിച്ചു. ആര് പറഞ്ഞു എന്നോട്? ഷാഹിദ് ഇപ്പം എന്നെ വിളിച്ചിരുന്നത് എങ്ങനെയെങ്കിലും പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഒന്ന് അവനെ പുറത്തിറക്കാനായിട്ട്. അയ്യോ, അപ്പോ അപ്പോ ഫാസിൽ കുടുങ്ങി അകത്തായി. നീ പേടിക്കണ്ട, നിന്റെ നോട്ടൊക്കെ നീ കത്തിച്ചു കളഞ്ഞില്ലേ? എടാ വൃത്തിയിട്ടവനെ, നിനക്കെന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലടാ നീ നോട്ട് അവന്റെ കൊടുത്തത്. ഇവിടെ അമ്മേരെ ഇരുന്ന പൈസയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ കൂട്ടുകാരന്റെ പൈസ അല്ലടാ. കൊള്ള, പെരും കൊള്ള. അളിയ കുളിയായി. പോലീസുകാരുണ്ടല്ലോ ഫാസിലിനെ ഇപ്പൊ അങ്ങോട്ട് ഇടിച്ചു വീഴിയും. അപ്പൊ അവർ നിന്റെ പേര് പറയും, നീ കൊടുക്കും. നീ അകത്ത് കിടന്ന് ഉണ്ട തിന്നാടാ, ഉണ്ട. Alien versus Alien.